ഇന്ന് ന്യൂസ്ട്രീൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്ന സംസ്ഥാന യുവജന കമ്മീഷന്റെ പ്രഥമ യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് പ്രിയ മാത്യു ആണ്. പ്രിയയെക്കുറിച്ച് പറഞ്ഞാൽ യുവ സംരംഭകയാണ്, പ്രാസംഗികയാണ്, കായിക താരമാണ്, സോഷ്യൽ വർക്കറാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്വാഗതം പ്രിയ. ആദ്യം തന്നെ യുവപ്രതിഭാ പുരസ്കാരത്തെ കുറിച്ച് നമുക്ക് പറയാം. എന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്? അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷത്തിലാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നത് 26-ാം തീയതി തിരുവനന്തപുരത്ത് വുമൻസ് കോളേജ് വെച്ചാണ്. അതിന്റെ പുതിയൊരു വിഷയത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോഴും. ഓരോ നിമിഷം ഓരോ കോളുകൾ വരുമ്പോഴും ജീവിതത്തിലെ ഓരോ നേട്ടം കൈവരിച്ചതിന്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ പോയ യാത്രകൾക്ക് കിട്ടിയ വിഷമങ്ങൾക്കും എല്ലാം കിട്ടിയതിന്റെ ഒരു വലിയ അംഗീകാരമാണ് അത്. ഇപ്പോഴും അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ അവാർഡാണല്ലേ, പ്രഥമ പുരസ്കാരമാണ് അവരുടെ. അപ്പോ 3 പേരാണ് പങ്കിടുന്നത്. അതിലൊരാളാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷം. എന്താ വീട്ടിലും നാട്ടിലും എല്ലാം ഓരോരുത്തർ വന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ യാത്രകള് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതാണ്. അപ്പം അത്തരം വിഷമങ്ങൾക്കെല്ലാം വിഷമിപ്പിച്ചവർക്കെല്ലാം ഒരു മറുപടി ആയിട്ടും എനിക്ക് ഈ ഒരു പുരസ്കാരം. തീർച്ചയായിട്ടും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ കൂടി പറയുകയാണ്. കാരണം ഒരു മാതൃകയാണ് താങ്കൾ. വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാതെ ജനിതകമായ ഒരു രോഗമുണ്ട്, ആ രോഗം എന്നെ കീഴ്പ്പെടുത്തില്ല, അതിനെ ഞാൻ കീഴ്പ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ ആദ്യത്തെ മേഖലകൾ, നമ്മൾ സാധാരണ അതിഥികൾക്കൊക്കെ ഒരു മേഖലയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ 5-6 മേഖലകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് പറയാം, അരമണിക്കൂർ നിൽക്കുമോന്ന് അറിയില്ല, എങ്കിലും ഓരോന്നായിട്ട് പറയാം. ആദ്യം നമുക്ക് ബിസിനസ്, ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ, സംരംഭക എന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു 4 പേരുടെ അടങ്ങുന്ന ഒരു സംരംഭം അല്ലെ, അതിനെ കുറിച്ച് പറയൂ. എന്നാണ് തുടങ്ങിയത്, എങ്ങനെ മുന്നോട്ട് പോകുന്നു? അതായത് ഞാന് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന PG കഴിയാറായപ്പോഴാണ് ഇങ്ങനെ ഇനി PG കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു വിഷമവും എല്ലാം അലട്ടുന്ന സമയത്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പം വീട്ടിൽ പറഞ്ഞു. അപ്പം എന്റെ തീരുമാനങ്ങൾക്കെല്ലാം ഒപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ വീട്ടുകാര്. അവര് തരുന്ന സപ്പോർട്ട് കൊണ്ടാണ്. അവര് ഓക്കെ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്യും എന്നൊരു പുറമെ ഒരു ബാക്ക് സപ്പോർട്ടും കൂടി തന്നപ്പോൾ നമ്മള് നേരെ ബിസിനസ് എന്നൊരു മേഖലയിലേക്ക് കൈവച്ചു. നമ്മൾ ബാങ്ക് ലോൺ ആയിരുന്നു, അതിന് പല ബാങ്കുകളെ നമ്മൾ സമീപിച്ചെങ്കിലും ലോൺ തന്നില്ല. പല രീതിയിലുള്ള നിയമക്കുരുക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും തരാൻ വിസമ്മതിച്ച ഒരു സമയം ഉണ്ടായി. പിന്നെ നമ്മൾ നേരെ SBI ബാങ്കിലാണ് നമ്മൾ അടൂർ ബ്രാഞ്ചിൽ സമീപിച്ചു. ബാങ്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ട് തന്നു. അവിടെ പാർവതി എന്ന് പറഞ്ഞ മാമായിരുന്നു. മാം നമ്മുടെ എല്ലാ കൂടെ എന്റെ ബിസിനസിന്റെ സ്റ്റാർട്ടിങ് ഉദ്ഘാടനം വരെ മാം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും തന്നു. പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓഫീസർ ആളും കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ നമ്മളുടെ സംരംഭം തുടങ്ങി. കഴിഞ്ഞ വർഷം ജൂൺ 9-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻകോപമ്മ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഇപ്പൊ 1 വർഷം ആകാൻ പോകുന്നു. അതിന് വലിയ സന്തോഷം ഇരിക്കുന്നു. ഇപ്പം ചില കാരണങ്ങളാൽ ഇപ്പം 3-4 ദിവസം ഒരാഴ്ചയായിട്ട് ഇപ്പം കട സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നിലവിൽ എടുത്തിരുന്ന കട ഓണറുമായിട്ട് ചെറിയ വാടകയിൽ ഭയങ്കര പ്രശ്നമായിട്ട് ആള് ഒന്ന് മാറണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ വേറൊരു കട ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ എന്റെ ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിജയകരമാണല്ലേ, മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഷോപ്പിലുള്ളത്? ഷോപ്പിലുള്ളത് ബേക്കിംഗ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് പപ്സിന്റെ വെജിറ്റബിള്, എഗ്, പിന്നെ മീറ്റ്, അതുപോലെ ബ്രെഡ്, ബന്ന്, കുക്കീസ്, ചീറസ്ക്, പിന്നെ അതെ 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 നമ്മൾ തന്നെ നമ്മുടെ ഷോപ്പില് നമ്മുടെ ഗ്ലാഡിന്റെ തന്നെയാണ് എല്ലാം. ഗ്ലാഡ് ബേക്സ് അല്ലേ? ഗ്ലാഡ് ബേക്സ്, അതെ.
അപ്പൊ ആ ഗ്ലാഡ്നെസ് മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയത്, നമുക്ക് ഒന്ന് അതിഥിയായിട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയനോട് പറഞ്ഞു സമയമില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടം, സന്തോഷം തോന്നി. കാരണം അങ്ങനെ സമയമില്ലാത്ത ആളാകണം മനുഷ്യർ. കാരണം അങ്ങനെ അത്രത്തോളം എൻഗേജ്ഡ് ആയിട്ട് ബിസി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോൾ സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു പ്രിയക്ക്? നിലവിൽ ഇപ്പം ഒരു ശൈശവാവസ്ഥയിലാണ് ഗ്ലാഡ്. പല ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. പല രീതിയിലുള്ള നമുക്ക് പല മേഖലയിൽ നിന്ന് വെല്ലുവിളികൾ വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. ഗ്ലാഡ് മുന്നിലേക്ക് തന്നെ പോകും, ഒരിക്കലും പിന്നോട്ട് പോകില്ല. ഗ്ലാഡ് അത് ഞങ്ങളുടെ സ്വപ്നമാണ്, ഞങ്ങളുടെ ജീവിതമാണ്. നമുക്ക് എന്തായാലും ആ വെല്ലുവിളികൾ ഒന്ന് പറഞ്ഞു പോകാം. ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആ വെല്ലുവിളികളെ മറികടക്കാൻ താങ്കളുടെ കൈ പിടിക്കാൻ പറ്റിയാലോ? അതുകൊണ്ട് ആ വെല്ലുവിളികൾ നമുക്കൊന്ന് പറഞ്ഞു പോയാലോ? ശരിക്കും പറഞ്ഞാല് വെല്ലുവിളി എനിക്ക് എന്റെ പ്രശ്നങ്ങളെ എനിക്ക് വലിയതായിട്ട് പറയുന്നത് എനിക്ക് വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ നിലവിലെത്തിയപ്പോ ഒരു ഷോപ്പാണ് അത്യാവശ്യം. കുറച്ച് സാമ്പത്തിക പിരിമുറുക്കമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ചെറിയൊരു പിരിമുറുക്കമുണ്ട്. ഷോപ്പ് ഇപ്പൊ പുതിയതായിട്ട് മാറണം. ഇപ്പൊ നിലവിലെ ഷോപ്പ് മാറേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിലും എനിക്ക് ഈ ഒരു പ്രതിഭയുടെ അവാർഡ് കിട്ടുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാന് ബാക്കിയുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ കായികപരമായിട്ടുള്ള മുന്നേറ്റം, അത് നമുക്ക് അതിലേക്ക് പോവാം. അതിന് മുൻപ് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും, നമുക്ക് ഈ ഒരു അസുഖമുള്ളത് കൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, അത്രയും ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശാരീരികമായിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഹൈറ്റ് ഒക്കെ ഒന്ന് പറയാമോ? ഹൈറ്റ് 112 സെന്റിമീറ്റർ ആണ്. പിന്നെ അതാണ് എന്റെ ഹൈറ്റ് കുറവാണ് എന്റെ നേരിടുന്ന വെല്ലുവിളി. നമുക്കൊരു ബസ്സിൽ കയറാനായാലും, നമ്മുടെ നിലവിലെ ബസ് ട്രാൻസ്പോർട്ടിങ് സൗകര്യം അറിയാമല്ലോ, ഒരു ബസ്സിൽ കയറാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പണ്ട് അറിയാൻ തോന്നുന്ന സാജൻ എന്ന് പറയുന്ന ഒരു നടൻ മരണപ്പെട്ടിരുന്നു. ഹൈറ്റ് കുറഞ്ഞ ആള് ബസ്സിൽ കയറിയപ്പോൾ കാൽ സ്ലിപ്പായാണ് പുറോട്ട് പോവുകയും തലയെ ബാക്കിടിച്ച് അതിൽ തുടർന്നാണ് മരണം സംഭവിച്ചത്. അപ്പം അത്തരം ഞങ്ങളെ പോലുള്ള ഹൈറ്റ് കുറഞ്ഞവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഇത്തരം ഹൈറ്റ് കൂടിയ സീറ്റുകളും പൊതു ഇടങ്ങളും. നമുക്ക് പൊതു ഇടങ്ങളിൽ ചിലപ്പം ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളൊക്കെ മറ്റ് നോൺ ഡിസബിലിറ്റി ഉള്ള ആൾക്കാര് ഒരു ഹോട്ടലിൽ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ തുണിക്കടകളിലൊക്കെ പോവുകയാണെങ്കിലും ഹോട്ടലിൽ പോവുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് ഫുഡാണ് വെറൈറ്റി നോക്കേണ്ടതും. പക്ഷെ ഒരു ഡിസബിലിറ്റി ഉള്ള ആള് ആദ്യം പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുന്നത് അവിടുത്തെ വാഷ് ബേസിനും അവിടുത്തെ സീറ്റ് സൗകര്യവും ഞങ്ങൾക്കും പ്രാപ്തമാകുമോ എന്നാണ്. അപ്പൊ അത് നോൺ ഡിസബിലിറ്റി ഉള്ളവരെക്കാളും എത്രമാത്രം മാനസിക സംഘർഷം വലിയ രീതിയിൽ അനുഭവിക്കുന്നവരാണ്. അപ്പം നമ്മൾ നിലവില് RPW ആക്ട് പ്രകാരം എല്ലാ ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കണമെന്ന് പറയുമ്പോഴും പല ഇടങ്ങളും ഇപ്പോഴും ആകാത്ത ഇടങ്ങളുണ്ട്. അത്തരം ഇടങ്ങൾ എല്ലാവർക്കും, എല്ലാ മേഖലയിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് പോകാൻ ഉണ്ടാകുന്ന ഒരു സ്ഥലം ഭാവിയിലും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ നിലവിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയ ബസ്സിലൊക്കെ KSRTCയിലൊക്കെ കയറാറുണ്ടോ? അങ്ങനെ കയറി പോകുന്ന ആളാണോ? ഇപ്പൊ നമ്മള് അത് നമ്മുടെ ഈ ഷോ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഷോ നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് പ്രിയയ്ക്ക്, ഒരു പ്രതിനിധി എന്നോണം? നിലവിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മിനിസ്റ്ററോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ബസ്സുകളിലെ സീറ്റ് ചവിട്ടുപടികൾ അത് ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കണം. രണ്ട്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സീറ്റ് സംവരണം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൊടുക്കാതിരിക്കാൻ ചെയ്യണം. കാരണം നിലവിൽ ഞാനത് അനുഭവിച്ച ഒരാളെന്ന രീതിയില് അടൂരിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് സ്പോർട്സിന്റെ മത്സരത്തിന് പോവുകയായിരുന്നു.
അപ്പം ഇവിടെ ആയുവിലെത്തിയപ്പം ബുക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഒരാൾ കയറി. അപ്പം എന്റെ ഭിന്നശേഷിക്കാർക്കുള്ള കോട്ടയുടെ സീറ്റ് ആണ്, പക്ഷെ എനിക്ക് മാറി കൊടുക്കേണ്ടി വന്നു. അപ്പം അത്തരം വലിയ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നത് പോലെ മറ്റ് ഡിസബിലിറ്റി ഉള്ളവര് ഇത്തരം വിഷയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. അപ്പൊ അത് ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങള് ഇനിയെങ്കിലും നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതാണ് എന്റെ മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ടിങ്ങിനകത്ത് കൊണ്ടുവരേണ്ട ഒരു വലിയ മാറ്റം. തീർച്ചയായിട്ടും. അന്ന് അടൂരിന്ന് ആ എഴുന്നേപ്പിച്ച് വിട്ടിട്ട് പിന്നെ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നോ? എങ്ങനെയായിരുന്നു? നിന്നു. അതായത് ഈ വന്ന ആള് കണ്ടതാണല്ലോ അല്ലെ, ഡിസേബിൾഡ് ആണ് എന്നുള്ളത് കണ്ടതാണ്, എന്നിട്ടും ഒരു കൂസലും ഇല്ലായിരുന്നു. ഇല്ല, ആളും തിരുവനന്തപുരം വരെ പോകേണ്ട ആളാ. അപ്പൊ ആളുടെ ഉള്ളിലും സീറ്റ് ആള് ബുക്ക് ചെയ്തതാണ്. ആളെ കുറ്റം പറയാൻ ചിലപ്പോ പറ്റില്ല, കാരണം ആളും പൈസ കൊടുത്ത് ബുക്ക് ചെയ്തു. അപ്പൊ ആൾക്ക് തിരുവനന്തപുരം വരെ പോകേണ്ടതാണ്. അപ്പൊ മറ്റു സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ കണ്ടക്ടർ എന്താന്ന് പറഞ്ഞത്? കണ്ടക്ടർ എന്താ പറഞ്ഞത് അന്ന്? കണ്ടക്ടർ എന്താണെന്ന് പറഞ്ഞത്? മാറി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ശരി, ഇത് എന്നായിരുന്നു സംഭവം? ഇത് കഴിഞ്ഞ വർഷമാണ്. തീർച്ചയായും നമുക്ക് ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്തായാലും നമുക്ക് ആ വിഷയം അവിടെ വിടാം, അത് അങ്ങനെ പോട്ടെ. അതിലെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയ, നമുക്ക് നമ്മുടെ നേട്ടങ്ങളിലേക്ക് പോകാം. അതാണല്ലോ നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. പാരാലിമ്പിക്സിൽ പോയത് എന്തൊക്കെയാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ്, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, ബാഡ്മിന്റൺ അല്ലേ? ഇതെന്താണ്? നീണ്ട നിരയാണല്ലോ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പഠിച്ചെടുത്തത്? അതിനെ കുറിച്ച് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിനോട് എപ്പോഴും എനിക്കൊരു വാശിയാണ്. മാറ്റി നിർത്തപ്പെടുന്നിടത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞൊരു ലൈഫ്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന എല്ലാത്തിലും പങ്കെടുക്കണം എന്നുള്ളൊരു വാശി വരുന്നത്. അപ്പൊ ആദ്യത്തെ 2022-23 ബാഡ്മിന്റനും ഷോട്ട് പുട്ടും ഡിസ്കസ് ത്രോയും പങ്കെടുത്തത്. അതില് ബാഡ്മിന്റൺ ഗോൾഡും ഷോട്ടില് ഗോൾഡും ഡിസ്കില് വെള്ളിയും നേടിയത്. പിന്നീടുള്ള 23-24 എക്സാം ആയതുകൊണ്ട് ഒരു ഐറ്റംസിന് മാത്രം പങ്കെടുത്തിട്ട് പോയി. അന്ന് ഒരു വെള്ളി അടിച്ചു ഡിസ്കസ് ത്രോയില്. ഈ 2024-25 പവർ ലിഫ്റ്റിംഗിന് ഗോൾഡ്, 70 കാറ്റഗറിയില് ഗോൾഡും, ജാവലിങ് പുതിയ ഐറ്റം ചേർന്നു. ജാവലിങ് പിന്നെ ഷോട്ട് പുട്ട് അതില് വെള്ളിയും, ഡിസ്കില് വെങ്കലവുമാണ് ഈ വർഷം കരസ്ഥമാക്കിയത്. യാത്ര എന്ന് പറയുമ്പോൾ ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്നൊരു ഞങ്ങളുടെ ഉയരം കുറഞ്ഞവരുടെ ഒരു ഗ്രൂപ്പായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. അവിടേക്ക് എത്തുന്നതാണ് സ്പോർട്സ് എന്ന രീതിയിലേക്ക് ഞാൻ മാറുന്നത്, സ്പോർട്സ് രംഗത്തിലേക്ക് കടക്കുന്നത്. അവിടെ ചെന്ന് ആകാശസ് മാധവ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഡോൾഫിൻ പങ്കെടുത്ത മെഡലടിച്ച ആളാണ് ആകാശസ് മാധവ്. ആളാണ് എന്നോട് പറഞ്ഞത് നമ്മളെ പോലുള്ളവർക്ക് സ്പോർട്സ് ഉണ്ടെന്നും അതിൽ പ്രിയയ്ക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നും പ്രിയയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഇനങ്ങൾ ഇതൊക്കെയാണ്, പ്രിയ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞത് ആകാശസ് മാധവാണ്. പിന്നീട് സംഘടനക്കകത്തുള്ള അല്ലെങ്കിൽ ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റിനകത്തുള്ള ആൾക്കാരും കൂടുതൽ സപ്പോർട്ട് തന്നു. ഇപ്പോൾ നിലവിൽ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ അവരുടെ ഒരു ആദരവ്. നമ്മുടെ ജോബിച്ചേട്ടനാണ് അതിന്റെ പ്രസിഡന്റ്, സിനിമാ നടൻ ജോബിച്ചേട്ടൻ. പിന്നെ നീലിമ അഗസ്റ്റിനാണ് അതിന്റെ സെക്രട്ടറി. പിന്നെ അതിന്റെ രക്ഷാധികാരിയായിട്ട് നിൽക്കുന്നത് ചാർലി എന്ന് പറഞ്ഞ മജീഷ്യനാണ്. ആളിവിടെ അല്ല, ദുബായിലാണ്. അവരൊക്കെ എനിക്ക് തരുന്ന ഒരു വലിയ സപ്പോർട്ട്, ഫിനാൻഷ്യലി എല്ലാത്തിനും മാനസികവും എല്ലാ തരത്തിലുള്ളൊരു വലിയ സപ്പോർട്ട് എന്റെ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ സ്പോർട്സ് രംഗത്തിലെ ഒരു വിശേഷം. പിന്നെ ഞാൻ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ് പ്രിയയുടെ? പേഴ്സണൽ പവർ ലിസ്റ്റ് ആണ്. പവർ ലിസ്റ്റ് ആണല്ലേ? മാക്സിമം വെയിറ്റ് എത്രയാ നമ്മൾ എടുക്കുന്നത്? മാക്സിമം ഞാനിപ്പോ 35. അടിപൊളി. അപ്പൊ അതിനു വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യുമ്പോ എന്താണ് ഭക്ഷണ ക്രമീകരണം അങ്ങനെയൊക്കെ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാന് ഒരു മത്സരത്തിന് തൊട്ട് ഒരു മാസത്തിന് മുമ്പാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നോക്കിയുള്ളൂ. ഇനി അതൊരു ഒരു ഇതായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണമെന്ന് സ്വന്തമായിട്ട് തോന്നുന്നു അല്ലേ?
ഉണ്ട് ഉണ്ട് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ അതിന് പൂർണ്ണമായിട്ടൊരു ഇത് കൊടുക്കണമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. അല്ലാതെ ജസ്റ്റ് പോയിട്ട് കാണിക്കുക എന്നല്ല, അതിന് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഒരു പൂർണ്ണത നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എന്തായാലും അതില് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. മറ്റൊന്ന് അക്കാഡമിക്സിലേക്ക് വരുമ്പോ അവിടെയും തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതിനെക്കുറിച്ച് പറയൂ, എങ്ങനെയായിരുന്നു പഠനത്തിന്റെ കാര്യത്തിലെ തെരഞ്ഞെടുപ്പും മുന്നോട്ട് പോക്കും ഒക്കെ? PG കഴിഞ്ഞു അല്ലേ? PG കഴിഞ്ഞു. ഞാന് ഡിഗ്രി ചെയ്തത് പന്തള NSS കോളേജിലായിരുന്നു. കോളേജിൽ പഠനം കഴിഞ്ഞു. പിന്നെ ഇനി PG എന്നൊരു സ്വപ്നമുണ്ട്. എനിക്ക് PhD സ്വപ്നമാണ്. ഡോക്ടർ പ്രിയ എന്നൊരു സാധനത്തിന്റെ ഉള്ളില്. അപ്പം PGക്ക് ഫസ്റ്റ് ഇവിടുന്ന് ഒരു ചേഞ്ച് എനിക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് വെല്ലുവിളികൾ നേരിടാൻ ഇഷ്ടമായതുകൊണ്ട് അത് നാളിതുവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത, അല്ലെങ്കിൽ എന്തിനും അമ്മ വേണമെന്നുള്ള ഒരാള് 2 വർഷത്തേക്കിന് മലപ്പുറത്തേക്ക് മാറുക എന്നുള്ളൊരു വലിയൊരു കടമ്പയായിരുന്നു. അത് ആ ഒരു കടമ്പ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്റെ ലൈഫിൽ എടുത്ത ഏറ്റവും വലിയ തീരുമാനവും നല്ല തീരുമാനമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തകളും എന്റെ സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം വന്നത്. മലയാള സർവകലാശാല എന്ന സർവകലാശാല, ഞാൻ എപ്പോഴും പറയുന്നത് സർവകലാശാല എന്ന ടീച്ചേഴ്സ് പറയുന്നത് നിന്റെ രണ്ടാമത്തെ വീട്, അല്ലെങ്കിൽ നിന്റെ വീട് കഴിഞ്ഞാൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന, നിനക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും നിനക്ക് സ്വന്തമായിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാനും പറ്റുന്നൊരു ഇടമാണ് നിന്റെ ഈ യൂണിവേഴ്സിറ്റി. അപ്പൊ നിനക്ക് എപ്പോഴും വരാമെന്നാണ് പറയുന്നത്. അവിടുത്തെ അധ്യാപകര്, സുഹൃത്തുക്കള്, എല്ലാവരും, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും എനിക്ക് തന്ന ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളെന്നതിനുപരി അതിന് ഒരു നോൺ ഡിസബിലിറ്റി ഉള്ള ആളെ പോലെ, അല്ലെങ്കിൽ ഡിസബിലിറ്റിയുടെ പേരിൽ മാറ്റി നിർത്തലോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള ഇതും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രിയ അങ്ങനെയാണല്ലേ, നമുക്ക് ഈ ദയ അനുകമ്പ ഒന്നും അല്ല വേണ്ടത്, കൂടെ ചേർക്കുക എന്നുള്ളതാണല്ലേ. അതെനിക്ക് തോന്നുന്നു കോളേജിലായിരിക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. നമുക്കിനി എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നെ സുഹൃത്തുക്കളിലേക്ക് കൂടുതലായിട്ട് വരികയാണ്. അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക, എല്ലാത്തിനും അമ്മ വേണ്ട ഒരു അമ്മക്കുട്ടി പെട്ടെന്ന് അമ്മ വേണ്ടാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നു പറയുമ്പോൾ അത്രയും കെയർ ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടാവണം. അവരെ കുറിച്ച് പറയൂ, ആരൊക്കെയായിരുന്നു ഏറ്റവും ചേർത്ത് നിർത്തിയത്? ശരിക്കും ഞങ്ങള് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലില് 12ാം നമ്പർ റൂം, അതായിരുന്നു ഞങ്ങളുടെ ലോകം, ഞങ്ങളുടെ സ്വർഗം. എന്ത് വിഷമവും എന്ത് സങ്കടവും എന്ത് സന്തോഷവും എന്ത് വികാരങ്ങളും ആ റൂമിനകത്തായിരുന്നു ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. മറ്റു റൂമിലെ കുട്ടികൾ പറയുന്നതാണ്, മറ്റു റൂമിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ബെഡിൽ കിടക്കും, എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. കുറച്ചു നേരം അവരുടെ വിഷമങ്ങൾ പറയും, എന്തോ അവർ എന്നെ ചേർത്ത് പിടിച്ച് അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ അപ്പോഴും നമ്മളെ ഉള്ളില് ഓക്കെ എന്നെ അവര് കൂടുതൽ അടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ അവർ കരുതുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയും കൂടി അതിലൂടെ നമുക്ക് വരുന്നത്. റൂമില് ഞങ്ങള് 8 പേരായിരുന്നു. ശ്വേത, അബീന, അനിച്ച, പുണ്യ, ആതിരപ്രഭ, ഇങ്ങനെ ഒരു 8 പേരടങ്ങുന്ന ഒരു റൂമിനകത്ത് ഞങ്ങളുടെ ലോകമായിരുന്നു, ഞങ്ങളുടെ സ്വർഗമായിരുന്നു. എവിടെയും യാത്ര. അവിടെ നിന്നാണ് ഞാന് ഒറ്റയ്ക്ക് വീണ്ടും KLF, IFFK പോലുള്ള ഈ ഫെസ്റ്റിവൽക്കൊക്കെ അവരാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. പിന്നെ കുറെ കൂട്ടുകൾ, ചിലപ്പോ പേര് പറയാതെ പോയാൽ അവർക്ക് സങ്കടമാവും, എന്നാലും സങ്കടപ്പെടരുത്. നമ്മുടെ അത് ശരി, ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ട് ഒരാളുടെ വിട്ടുപോയാൽ ചിലപ്പോ പ്രശ്നമാവും അല്ലേ? അതെ പ്രശ്നമാവും. കാരണം സർവകലാശാല, ഞാൻ പറഞ്ഞല്ലോ, സർവകലാശാലയിൽ 11 ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ 11 ഡിപ്പാർട്ട്മെന്റിലും ഞാൻ ഉണ്ട്. എല്ലാവരുടെ ഇടയിലും ഞാൻ അവരെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരു സിമ്പതി, ഞാൻ എപ്പോഴും പലയിടത്തും പറയുന്നത്, എനിക്ക് സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ്. എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും ജീവിക്കാനുള്ള സാഹചര്യം മാത്രമാണ് നമുക്ക് വേണ്ടത്. നിലവിൽ ഒരുപാട് നമ്മുടെ RPW പ്രകാരം അവകാശങ്ങൾ നൽകണമെന്ന് പറയുന്നുണ്ട്. ആ അവകാശങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും സിമ്പതി വേണ്ട, എമ്പതി മാത്രം മതി.
പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ പ്രിയയിൽ ഒതുക്കുകയല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. സോഷ്യൽ വർക്കറും കൂടിയാണ്. അതായത് നന്നായി പ്രസംഗിക്കും, നന്നായി ഒരു വിഷയം കൊടുത്താൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കും, സംസാരിക്കും, ആളുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും അതിലേക്ക്, അല്ലെ? അങ്ങനെയും കൂടി ഉണ്ട്. അങ്ങനെ കുറെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ? ലീഡർഷിപ്പ് ക്യാമ്പിനൊക്കെ പോയിട്ടുള്ള ആളാണ്. അതെ അതെ, നമ്മള് ഒരുപാട് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തുമ്പോ നമ്മള് വേറൊരു തലത്തിലേക്ക് മാറുമല്ലോ. അപ്പൊ അത് അങ്ങനെ ആ ഒരു തലത്തിലേക്ക് മാറിയപ്പോഴും, അല്ലെങ്കിൽ അതിനു മുമ്പും മറ്റ് സാമൂഹിക ഇടപെടലുകൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ സർവകലാശാലയിലേക്ക് ചെന്നപ്പോഴാണ് കൂടുതൽ സംഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ കൂട്ടിയത്. പിന്നെ അറിയായിരിക്കും ദിശ സംഘടന, അതില് വോളണ്ടിയർ ആണ്. ദിശയുടെ നേതൃത്വത്തിൽ ഞാൻ പല കോളേജുകളിലും നമ്മൾ ഡിസബിലിറ്റിയെ പറ്റിയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും പറഞ്ഞു എനിക്കല്ല, എന്നെ പോലെയുള്ള കുറെ ആൾക്കാര്, ഇനിയും റൂമിൽ തന്നെ ഒതുങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ അവകാശങ്ങൾ വേണം. പലരും പറയാറുണ്ട് ഡിസബിലിറ്റി ഉള്ളവർ 4 ചുവരുകൾക്കുള്ളിലാണ്, പക്ഷെ അവർ വരാത്തത് എന്തുകൊണ്ടാണെന്ന്, അവര് ഉൾവലിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ മുന്നോട്ട് തന്നെ പോകും. കാരണം ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആളെ നമുക്കറിയാം, ഇപ്പൊ ട്രെയിനിന്റെ കാര്യം പറയാം. ട്രെയിനിലോട്ട് കയറണമെങ്കിൽ ഒരു 3-4 പേര് വേണം. ബോഡി വെയിറ്റ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു 3-4 പേര് വേണം ഒരു ട്രെയിനിലായാലും. മനസ്സിലാവുന്നു, തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ട് ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം കേട്ടോ, പെട്ടെന്ന് പറയണം. എന്താണ് സ്വപ്നം? ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം. ഫിനാൻഷ്യലി എന്റെ അമ്മ, അണ്ണൻ, അവരാണ് എനിക്ക് ഈ ലൈഫ് എന്നെ ഇപ്പോഴും ഇവിടെ ഇരുത്തുന്നതും അവരാണ്. അവർക്ക് എന്റെ ലൈഫില് അവർക്കൊരു സന്തോഷം, ഇതൊക്കെ സന്തോഷമായിരിക്കും, സന്തോഷം അല്ലെന്നല്ല, പക്ഷെ അവരെ കുറച്ചുകൂടി നല്ല രീതിയിൽ എനിക്ക് എന്റെ ഒരു ഇതിൽ നോക്കണം. അവരെ സേഫ് ആക്കണം, അല്ലെ? സേഫ് ആക്കണം, അവരിപ്പോഴും സേഫ് അല്ലെന്ന് എനിക്കറിയാം. അവരെ സേഫ് ആക്കണം. നിലവിൽ അമ്മയുടെ ആഗ്രഹം ഒരു ജോബാണ്, ഗവൺമെന്റ് ജോബാണ്. അമ്മയുടെ ആഗ്രഹം നടത്തണം. എനിക്ക് ഇനി ചിലപ്പം പല രീതിയിലും മാറുന്ന, എനിക്ക് തന്നെ ഇച്ചിരി ഉൾവലിയേണ്ടി വരും. അത് എന്റെ അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇനി എനിക്ക് അങ്ങോട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എന്തായാലും നടക്കട്ടെ. അതെ, തീർച്ചയായിട്ടും അവര് കഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇപ്പൊ മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും മുന്നോട്ട് തന്നെ പോവുക. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഈ ഷോയിൽ വന്നതോടെ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. പ്രിയ, താങ്ക് യു സോ മച്ച്. അപ്പൊ അവാർഡ് കിട്ടിയതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മുന്നോട്ട് പോകൂ. താങ്ക് യു. ആശംസകളെല്ലാം. താങ്ക് യു സോ മച്ച്.